വിദ്യാർത്ഥികളുടെ അവകാശം കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. ഭരണഘടന ചോദ്യം ചെയ്യുന്ന ആളുകളാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും 1500 SSK ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ കേന്ദ്രം ലഭ്യമാക്കിയിട്ടില്ല. ഇതിനെതിരെ രാജ്ഭവനിലേക്ക് SFI മാർച്ച് സംഘടിപ്പിക്കുമെന്നും PS സഞ്ജീവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുലേഖ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുലേഖ, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ അവകാശം കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞിരിക്കുകയാണ്. 1500 SSK ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ കേന്ദ്രം ലഭ്യമാക്കിയിട്ടില്ലെന്നും ഇതിനെതിരെ രാജ്ഭവനിലേക്ക് SFI മാർച്ച് സംഘടിപ്പിക്കുമെന്നും PS സഞ്ജീവ് പറഞ്ഞു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വത, എന്തായാലും സമരം ശക്തമാക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നൽകേണ്ട ഫണ്ടുകൾ അത് നൽകാത്ത സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ പഠനമടക്കം പ്രതിസന്ധി ഘട്ടത്തിലാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് SFIയുടെ സമരം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. സംബന്ധിച്ച വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ SC ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, സമര പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് SFI വ്യക്തമാക്കിയിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങളിലായാണ് SFI ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു സമര പ്രഖ്യാപനം അത് തിരുവനന്തപുരത്ത് NV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. അതിനുശേഷം ജില്ലാ കേന്ദ്രങ്ങളിലുള്ള സമരം, അതിനുശേഷം രാജ്ഭവനിലേക്കുള്ള ഒരു മാർച്ച് ഉണ്ടാകും. SFIയുടെ സംസ്ഥാന നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് ഉണ്ടാകും. അതിനുശേഷം ഇത്തരത്തിൽ ഇമെയിൽ അടക്കം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് ധർമ്മേന്ദ്ര പ്രധാന് ഇത്തരത്തിൽ ഇമെയിൽ അയക്കും എന്നുള്ളത് തന്നെയാണ്. 1 ലക്ഷം ഇമെയിലുകൾ അയക്കാനാണ് SFIയുടെ തീരുമാനം. എന്തായാലും ഇത്തരത്തിൽ കേന്ദ്ര ഫണ്ടുകൾ സംസ്ഥാനത്ത് നൽകേണ്ട വിദ്യാർത്ഥികളുടെ അവകാശമായിട്ടുള്ള ഈ കേന്ദ്ര ഫണ്ടുകൾ അത് നൽകണമെന്നുള്ളത് തന്നെയാണ് SFIയുടെ നിലപാട്. അത് ലഭിക്കും വരെ സമരം തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് SFI വ്യക്തമാക്കുന്നത്. എന്തായാലും ശക്തമായ സമരത്തിലേക്കാണ് SFI കടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിൽ SFI കടക്കും. എന്തായാലും ഇന്ന് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്രം നൽകേണ്ട ഫണ്ട് അത് സംസ്ഥാനത്തിന്റെ അവകാശമാണ്, വിദ്യാർത്ഥികളുടെ അവകാശമാണ്. അത് ലഭിക്കുന്നവരെ സമരം തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് PS സഞ്ജീവ് വ്യക്തമാക്കിയിട്ടുള്ളത്.